നമുക്ക് മണ്ണ് മാത്രമായിരിക്കണം നമ്മുടെ നോട്ടം. നമ്മുടെ എല്ലാവരുടെയും വകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വകയല്ല ഈ മണ്ണ്. ഈ മണ്ണിന്റെ ലഭ്യതകൾ അത് പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും നമ്മുടെ ഉപജീവനത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ പ്രകൃതിയെ നശിപ്പിക്കാതെ, സന്തുലിതാവസ്ഥ നശിപ്പിക്കാതെ ഡെവലപ്മെന്റ് എന്ന പേരിൽ കൊണ്ടുവരുന്നത് സബ്കാ സാത്ത്, സബ്കാ പ്രയാസ്, സബ്കാ വിശ്വാസ്, സബ്കാ വികാസ്. എല്ലാവരും ഉൾപ്പെട്ടിരിക്കണം. അതിൽ കേരളത്തിലുള്ള എല്ലാ ജില്ലകൾക്കും നമുക്ക് ഇന്നുള്ളതെന്ത്? ഇല്ലാത്ത ജില്ലകൾ ഏത്? ആ ഇല്ലാത്ത ജില്ലകളും സബ്കാ സാത്ത് വികാസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെയും കൂട്ടിച്ചേർക്കേണ്ടതല്ലേ എന്ന് പറയുന്ന വിട്ടുകൊടുക്കൽ മനസ്ഥിതി വേണം. ഞാൻ എയിംസിനെ കുറിച്ചാണ് പറയുന്നത്. എയിംസ് ഉടനെ ആലപ്പുഴയിൽ വന്നു എന്നൊന്നുമല്ല പറഞ്ഞത്. സബ്കാ സാത്ത് സബ്കാ വികാസ് ആണെങ്കിൽ ആലപ്പുഴക്കാരെ ഇനിയും ആ നശിച്ച ഒരു സമരങ്ങളുടെ പരമ്പരയിൽ നിന്ന് മുങ്ങിപ്പോയ ഒരു പ്രദേശത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സഹോദര ജില്ലകൾ വിട്ടുകൊടുക്കൽ മനസ്ഥിതി വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നുള്ളൂ. അഭ്യർത്ഥനയാണ്. അങ്ങനെയാണ് വികസനം വരേണ്ടത്. എല്ലാം കൊച്ചിക്ക് വേണം, എല്ലാം തിരുവനന്തപുരത്തിന് വേണം, എല്ലാം തൃശ്ശൂരിന് വേണമെന്ന് പോലും ഞാൻ പറയില്ല. അങ്ങനെയെങ്കിൽ പിന്നിന്ന് കേരളത്തിൽ തണ്ടല് നിവർത്തി അതിവിടെയേ വരാൻ പാടുള്ളൂ എന്ന് പറയാൻ തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രമാണ് അവകാശമുള്ളത്. നരേന്ദ്രമോദി കേന്ദ്രം ഭരിക്കുമ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റ് മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന നിലയ്ക്ക് മറ്റ് ജില്ലകൾക്കും ചില പട്ടണങ്ങൾക്കുമുള്ള സൗകര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ. കോട്ടയത്ത് പോലും എത്രയധികം പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, കോഴിക്കോട്, കണ്ണൂര്, തിരുവനന്തപുരം പ്ലഷാണ്. ട്രിവാൻഡ്രം. ഇനി ഈസ് ഓഫ് ലിവിംഗ്, ഈസ് ഓഫ് ബിസിനസ് അല്ല, ഈസ് ഓഫ് ലിവിംഗ് ഇല്ലെങ്കിൽ ബിസിനസ് വിൽ നെവർ ബി അറ്റ് ഈസ്. ദാറ്റ് ഈസ് മൈ ബിലീഫ്. ആദ്യം ആവാസം ശുദ്ധീകരിക്കണം. ആവാസ അവകാശം, ആവാസ അധികാരം ശക്തമായിരിക്കണം. എങ്കിൽ മാത്രമേ ഡെവലപ്മെന്റ് ഉണ്ടാവൂ. ആ ഡെവലപ്മെന്റ് മാത്രമേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് വഴിയൊരുക്കൂ. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. കാഴ്ചപ്പാടെന്ന് പറയുന്നത് തിരഞ്ഞെടുത്ത് വരുന്ന ഒരു വാർഡ് മെമ്പർക്കും വിദ്യാഭ്യാസം കാര്യങ്ങൾ അങ്ങനെ വേണം ഇങ്ങനെ വേണം ചർച്ചയ്ക്ക് അത് വിധേയമാണ്. ചർച്ച വേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ വിദ്യാഭ്യാസം ഒട്ടുമില്ലാത്ത ആൾക്കാർക്കും നല്ല ബുദ്ധിശക്തിയും നല്ല കാഴ്ചപ്പാടിന്റെ ശക്തിയുമുണ്ട്. അത് നമുക്ക് തീരെഴുതി കളയാൻ പറ്റുമോ? സബ്കാ സാത്ത് എന്ന് പറയുന്ന ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നതിന്റെ അർത്ഥവ്യാപ്തി ഇപ്പോഴും അല്ല, ഒരു കാലത്തും നമ്മൾ അതിന്റെ അർത്ഥവ്യാപ്തി പൂർണ്ണമായിട്ട് നമ്മളത് മനസ്സിലാക്കത്തില്ല. പോകെ ഓരോ വർഷവും ശ്രീ നരേന്ദ്രമോദി അത് വ്യക്തമാക്കി തന്നുകൊണ്ടിരിക്കും. രാജ്യത്തിന് മാത്രമല്ല, ഭാരതത്തിന് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ മനസ്സിലാക്കി കൊടുക്കും. സബ്കാ സാത്തിന്റെ പൊരുൾ എത്രമാത്രം ബലൂണിംഗ് ആണ്.